ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റിയാലിറ്റി ഷോയിലൊന്നാണ് ബിഗ് ബോസ്. മലയാളത്തിൽ ബിഗ് ബോസ് സീസൺ 5 ആണ് കഴിഞ്ഞുപോയത്. ഷോ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിൽ സീസൺ 6 അണിയറയിൽ ഒരുങ്ങുകയാണ്. ആരൊക്കെയാവും ഇത്തവണ ഷോയിൽ മാറ്റുരയ്ക്കുക എന്നറിയാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഓരോരുത്തരും. പലരുടെയും പേരുകൾ ഇതിനോടകം ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ സീസൺ 5 ടൈറ്റിൽ വിന്നറും സംവിധായകനുമായ അഖിൽ മാരാർ ഷോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ ദിവസം സീസൺ 6 ബന്ധപ്പെട്ട് 3-ാം സീസണിലെ മത്സരാർത്ഥി പോളി ഫിറോസ് ചില കാര്യങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സീസൺ 6 തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നുള്ളൂവെങ്കിലും മത്സരിക്കാൻ പോകുന്നവരോട് ബിഗ് ബോസ് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ലെന്നും അതിന് കാരണം കഴിഞ്ഞ സീസണിൽ ഒത്തുകളി നടന്നതുകൊണ്ടാണ് എന്നും ഫിറോസ് പറഞ്ഞിരുന്നത്. നേരത്തെ കൺഫർമേഷൻ കിട്ടിയാൽ പരസ്പരം അത് പറഞ്ഞ് പുറത്തുനിന്ന് തന്നെ മത്സരാർത്ഥികൾ ധാരണയെത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നും പുതിയ വീഡിയോയിൽ പോളി ഫിറോസ് പറയുന്നു. എന്നാൽ ബിഗ് ബോസ് സീസൺ 5 TPR കുറവാണെന്ന് അടക്കമുള്ള ഫിറോസ് ഖാന്റെ പ്രസ്താവന എതിർത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് അഖിൽ മാരാർ. ബിഗ് ബോസ് സീസൺ 5 മോശമാക്കി തീർക്കുന്നവർ അറിയാൻ എന്ന തലക്കെട്ടോടുകൂടിയായിരുന്നു ഫിറോസ് ഖാനുള്ള മറുപടി വീഡിയോ അഖിൽ മാരാർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നത്. ബിഗ് ബോസ് സീസൺ 6 ആശംസകൾ നേർന്നാണ് അഖിൽ മാരാർ സംസാരിച്ചു തുടങ്ങുന്നത്. ബിഗ് ബോസ് സീസൺ 5 ബന്ധപ്പെട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആരാധകരോടും മുൻകാലത്തെ ചില മത്സരാർത്ഥികളോടും എനിക്ക് ചിലത് പറയാനുണ്ട്. ബിഗ് ബോസ് സീസൺ 5 ആയിരുന്നു ഇതുവരെ നടന്ന സീസണുകളിൽ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ. TRPയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല ഒരു ചാനലിന് ലാഭം വരുന്നത്, വലിയ സ്പോൺസർഷിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. മാത്രമല്ല OTT അടക്കമുള്ളതിനാൽ ഇന്നത്തെ കാലത്ത് TRP കുറയുമെന്നത് സ്വാഭാവികമാണ്. അതിന് അർത്ഥം ഓഡിയൻസ് കുറഞ്ഞു എന്നല്ല, കാഴ്ചക്കാർ സ്പ്ലിറ്റായി OTTയിലേക്ക് പോയതാണ്. പിന്നെ സീസൺ 4 ശേഷം കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സീസൺ 5 ശേഷം അതുണ്ടായിരുന്നില്ല. മാനവും മര്യാദയുള്ളവരായിരുന്നു സീസൺ 5 മത്സരിച്ചത്. അതുകൊണ്ട് വിവരക്കേടും കോമാളിത്തരവും മത്സരം കഴിഞ്ഞ ശേഷം പുറത്തു വന്ന് അവർ കാണിച്ചില്ല. അതുപോലെ ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നത് അവരുടെ മിടുക്കുകൊണ്ട് സീസൺ കയറ്റാനൊന്നുമല്ല. ഞാനും പണ്ട് ബിഗ് ബോസ് ഷോയെ കുറ്റം പറഞ്ഞതിൻ്റെ കാരണം മത്സരാർത്ഥികൾ പുറത്തിറങ്ങി കാണിച്ച കോമാളിത്തരം കൊണ്ട് തന്നെയാണ്. അതുപോലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളാണ് വിജയി. അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന വിജയിക്ക് അല്പം സാമൂഹ്യ ബോധമുണ്ടാകണം എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അഖിലിൻ്റെ പുതിയ വീഡിയോ ചിലർ എതിർക്കുകയും മറ്റു ചിലർ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ബിഗ് ബോസ് സീസൺ 5 ഈ മാർച്ച് 10-ാം തീയതി 7 മണിക്ക് സംപ്രേഷണം തുടങ്ങും എന്നുള്ള പുതിയ പ്രൊമോയും വന്നിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേഷൻ ഈ ചാനലിലുണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.